ഒന്നാം പഴശ്ശി വിപ്ലവം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ച വർഷം ഏതെന്നാണ്. 1795, 1796, 1797, 1798. ഉത്തരം സി, 1797. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളത്തിൽ പട്ടാളക്കാരെ നിയോഗിച്ചു. കുറുമ്പനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിനു നൽകി. ടിപ്പു സുൽത്താൻ്റെ പതനം. ഉത്തരം എ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനെ കുറച്ച് വിവരിക്കുകയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം പറഞ്ഞാൽ 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ആയിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത. ഇവരായിരുന്നു പഴശ്ശിരാജയോടൊപ്പം കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി. ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജാവിന് എതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവന്മാർ ലഫ്റ്റനൻ്റ് ഗോർഡൻ, കേണൽ ഡേവ്, മേജർ കാമറോൺ. ഇവർ പേരുമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവന്മാർ. 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പേരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത്? മേജർ കാമറോൺ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കുമിടെ നിലക്കാരായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. 1797 ഇത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവിത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം, കുറിച്യൻ കലാപം, മൊറോയ സമരം, പൂക്കോട്ടൂർ കലാപം. ഉത്തരം എ, പഴശ്ശി കലാപം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവത്തോട്ടം എവിടെയാണ്? നിലമ്പൂർ, താന്നിത്തോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. ഉത്തരം ഡി, അഞ്ചരക്കണ്ടി. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് യുദ്ധം നടത്തിയത് പാലിയത്തച്ഛൻ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ. ഉത്തരം സി, പഴശ്ശിരാജ. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാകാൻ കാരണം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് പെട്ടെന്നുണ്ടായതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി കുറിച്യർ ആണ്. കണ്ണവത്ത് ശങ്കർ നമ്പ്യാർ ആയിരുന്നു പഴശ്ശിരാജയുടെ പ്രധാന മന്ത്രി. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈത്തേരി അമ്പു നായർ ആയിരുന്നു. ഗറില്ലാ യുദ്ധം അഥവാ ഒളിപ്പോര്
അതെന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു അത്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് യുദ്ധം നടത്തിയത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. 1802 എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരക്കോട്ട പിടിച്ചെടുത്തത്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. അത് വയനാട് ജില്ലയിലാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലന്തോട് എന്ന സ്ഥലത്താണ്, വയനാട് ജില്ലയിലാണത്. പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഗുഹ ഉള്ളത് മലപ്പുറത്താണ്. പഴശ്ശിരാജ കോളേജ് ഉള്ളത് പുൽപ്പറ്റ വയനാടാണ്. പഴശ്ശിരാജ NSS കോളേജ് ഉള്ളത് മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലാണ്.